കർണാടക കോൺഗ്രസിൽ തർക്കം രൂക്ഷം. മുഖ്യമന്ത്രി പദത്തിനായി DK ശിവകുമാർ പക്ഷം നീക്കങ്ങൾ സജീവമാക്കി. 2.5 വർഷത്തെ ഫോർമുല പാലിക്കണമെന്നാണ് ആവശ്യം. അതേസമയം ദില്ലിയിൽ MLA-മാർക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഖാർഗെ സമയം അനുവദിച്ചില്ല. ഖാർഗെ ഇന്ന് ബംഗളൂരുവിലേക്ക് പോകും. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, അപ്പോൾ ബംഗളൂരുവിലേക്ക് ഖാർഗെ പോകുന്നെങ്കിൽ അവിടെ വെച്ച് ചർച്ച എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, കർണാടകയിൽ കഴിഞ്ഞ കുറേ നാളായി കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിയുണ്ട്. പ്രത്യേകിച്ച് 2.5 വർഷം സർക്കാർ പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്നാണ് DK ശിവകുമാർ പക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ അതിനോടൊരു അനുകൂല നിലപാട് ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് എടുക്കാത്തതാണ് ഇപ്പോൾ പ്രതിസന്ധിയായിരിക്കുന്നത്. പ്രത്യേകിച്ച് DK ശിവകുമാറിനേക്കാൾ കൂടുതൽ MLA-മാരുടെ പിന്തുണ സിദ്ധരാമയ്ക്ക് ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആ പശ്ചാത്തലമുണ്ട്. ഒപ്പം സാമുദായിക സമവാക്യം അടക്കമുള്ള കാര്യങ്ങളും ഇതിലൊരു പ്രശ്നമായി വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എന്താണെങ്കിലും DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 10 MLA-മാർ ദില്ലിയിലേക്ക് എത്തുകയും മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച സമയം തേടുകയും ചെയ്തു. പക്ഷേ അവർക്ക് ഇന്ന് സമയം അനുവദിക്കാൻ ഖാർഗെ എന്തായാലും തയ്യാറായിട്ടില്ല. താൻ ബംഗളൂരിലേക്ക് പോവുകയാണ് എന്നാണ് ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ചർച്ചകൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സജീവ ചർച്ചകളിലേക്കൊന്നും കടന്ന സാഹചര്യമില്ല. ബംഗളൂരിലേക്ക് ഖാർഗെ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കാണോ എന്ന കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം അങ്ങോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ അവിടെ ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച ഉണ്ടാകാനുള്ള സാധ്യത. പ്രത്യേകിച്ച് സിദ്ധരാമയ്യയും ഒപ്പം DK ശിവകുമാറും ഒരുപക്ഷെ അവിടെ വെച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന സൂചന പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നലെ അടക്കം വലിയ നീക്കങ്ങളാണ് കർണാടക കേന്ദ്രീകരിച്ചുണ്ടായത്. പ്രത്യേകിച്ച് ഇന്നലെ ഇത്തരത്തിൽ 10 MLA-മാർ ദില്ലിയിലേക്ക് പുറപ്പെട്ടപ്പോൾ കർണാടകയിൽ ബംഗളൂരുവിൽ സിദ്ധരാമയ്ക്കൊപ്പം നിൽക്കുന്ന MLA-മാർ ഒരു അത്താഴ വിരുന്നടക്കം നടത്തിക്കൊണ്ട് അവിടെ കൂടിക്കാഴ്ച നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ അവർ നടത്തുകയും ചെയ്തു. 2 പക്ഷവും സജ്ജമാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം മാറണം എന്ന ആവശ്യത്തിൽ ഉറച്ച് DK ശിവകുമാർ നിൽക്കുന്നു. അല്ലാത്ത പക്ഷം താൻ KPC അധ്യക്ഷ പദം അടക്കം ഒഴിയാൻ തയ്യാറാണ് എന്ന് പറയുന്നു. കാരണം ഒരു പദവിയിൽ അധികം നാൾ ഇരിക്കാൻ താൻ തയ്യാറല്ല, അത് പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് DK എന്താണെങ്കിലും കളം പിടിക്കാൻ ഒരുങ്ങുന്നത്. പക്ഷേ ഇതിന് ഹൈക്കമാൻഡിന്റെ ഒരു അനുമതി ആവശ്യമാണ്. പക്ഷേ ഹൈക്കമാൻഡ് ഇപ്പോഴും അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് വരികയോ ഇതിന് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. നേരത്തെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുമായി കൂടിക്കാഴ്ചയ്ക്ക് DK ശിവകുമാർ അടങ്ങുന്ന സംഘം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്കും കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ ഗാന്ധി സമയം നൽകിയില്ല എന്നത് പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിലും ഒരു നേതൃമാറ്റം കർണാടകയിൽ ഉണ്ടാകുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ പക്ഷേ കർണാടക കോൺഗ്രസ് ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറി ഒരുപക്ഷേ അത് വലിയ പ്രതിസന്ധി കോൺഗ്രസ് ഉണ്ടാക്കിക്കാം. നിലവിൽ കോൺഗ്രസിന് അധികാരമുള്ള ചുരുക്കം സംസ്ഥാനങ്ങളിലൊന്ന് മാത്രമാണ് കർണാടക. അത് മാത്രമല്ല പ്രധാന സംസ്ഥാനം കൂടിയാണ്. സ്വാഭാവികമായും അവിടുത്തെ ഈ പ്രശ്നം പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷേ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോവുകയും ഒരുപക്ഷേ മറ്റ് നീക്കങ്ങൾ പ്രത്യേകിച്ച് BJP-യിലേക്ക് അടക്കം പോകുന്ന സാഹചര്യമൊക്കെ MLA-മാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയും. അതീവ ഗൗരവത്തോടെ ഈ വിഷയത്തിൽ നോക്കി കർണാടക കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാണ്. ഖാർഗെ ബംഗളൂരുവിലേക്ക് തിരിക്കുന്നു എന്നുള്ളതാണ്. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.